ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് മുതൽ ഇന്ന് നമുക്ക് വെനസ്ഡേ ആണ്. സോ ഇന്ന് മുതലുള്ള കമ്മിങ് മൺഡേ വരെ, അതായത് നമുക്ക് മൺഡേ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് SSLCയുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ സൺഡേ വരെയുള്ള 5 ദിവസങ്ങളിൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ വീതം 50 ക്വസ്റ്റ്യൻസ് സോ ഈ വരുന്ന സൺഡേ ആകുമ്പോഴേക്കും നമ്മൾ കവർ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഈ പറയുന്ന 50 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും മാത്രമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്കറിയാം 8 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണിത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ഓപ്ഷൻ ചാപ്റ്റർ ആണ്. ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററോ അല്ലെങ്കിൽ ഈ പറയുന്ന സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്റർ 8 മാർക്ക് വെയിറ്റേജ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ആ ചാപ്റ്ററിൽ നിന്നുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അപ്കമിങ് വീഡിയോസിലെ ഹിസ്റ്ററിയിൽ നിന്നും ഇതേപോലെ തന്നെ 8 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്. അപ്പൊ ആദ്യം നമ്മൾ 3 8 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ആ 3 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ നമ്മുടെ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടർന്നിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്കും കൂടി വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ മക്കളെ. സോ അപ്പൊ സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന 8 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമ്മർ സോളിസ്റ്റൈസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ സമ്മർ സോളിസ്റ്റൈസിനകത്ത് ഇത് നോക്കിക്കേ, സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സൺ എപ്പോഴാണോ, ഇതാണ് നമ്മുടെ ഈ ഒരു എർത്തിന്റെ പാർട്ട്. സോ ഇതിന്റെ ഏറ്റവും സെൻട്രൽ ഇക്വേറ്റർ, ഇവിടെയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ലൈൻ ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സോ സൺ എപ്പോഴാണോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേർ മുകളിൽ വരുന്നത്, അതായത് 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്, ഈ ഒരു ദിവസമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സമ്മർ സോളിസ്റ്റൈസ്. അപ്പൊ ഏത് ദിവസമാണ് ഈ പറയുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേർ മുകളിൽ വരുന്നത്? 21 ജൂൺ. ഓക്കെ, സോ 21 ജൂണിനാണ് സൺ എവിടെ എത്തുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേർ മുകളിൽ എത്തുന്നത്. ആ സമയത്ത് നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഏത് ഹെമിസ്ഫിയറിലാണ് കിടക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇതേ സമയത്ത് തന്നെ സദേൺ ഹെമിസ്ഫിയറിലെ അവസ്ഥ എന്തായിരിക്കും? ഇറ്റ് എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്സ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ. സോ നൈറ്റ് കൂടുതലും ഡേ കുറവുമായിരിക്കും. ആകെ കൂടി നമുക്ക് 4 പോയിന്റ് മാത്രമേ നമുക്ക് ഇവിടെ ഓർത്ത് പഠിക്കാനുള്ളൂ. സൺ ഉള്ളത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേർ മുകളിലായിരിക്കും, വെർട്ടിക്കലി ഓവർ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ്. 21 ജൂണിനാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. സദേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്സ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ. ഇതിന്റെ കാരണം അറിയാലോ, സണ്ണ് ദാ ഇവിടെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഡേ കൂടുതലായിരിക്കും, അതേപോലെ തന്നെ നൈറ്റ് കുറവായിരിക്കും. ഇതേ സമയത്ത് ഇവിടെ സണ്ണിന്റെ പ്രസൻസേ ഇല്ല ഈ സദേൺ ഹെമിസ്ഫിയറിൽ. അതുകൊണ്ട് തന്നെ അവിടെ ലോങ്സ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേയും ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വിനോക്സസിന്റെ പാർട്ട് മാർച്ച് 21 സെപ്റ്റംബർ 23. ഓക്കെ, ഇത് രണ്ടുമാണ് ഇക്വിനോക്സസിന്റെ ഡേറ്റുകൾ. ദി അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ വെർട്ടിക്കലി ഓവർ ദി ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ മുകളിൽ, ഓക്കെ, ഇക്വേറ്ററിന് നേർ മുകളിൽ സണ്ണ് വരുന്ന 2 ദിവസങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. The length of the day and night equal on both the hemisphere. 2 ഹെമിസ്ഫിയറിലും ഈ പറയുന്ന ഡേയുടെയും നൈറ്റിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. അതായത് 12 hours ഓഫ് ഡേയും 12 hours ഓഫ് നൈറ്റും ആണ്. അപ്പൊ ഈ 2 ഡേറ്റ് മറക്കരുത്, മാർച്ച് 21 സെപ്റ്റംബർ 23. Then the third one is winter solstice. Summer solstice പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് പാർട്ടാണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ സണ്ണ് കിടക്കുന്നത് എവിടെയാണ്? ഇതാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതായത് 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ സണ്ണ് വരുമ്പോഴാണ്, അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേർ മുകളിൽ വരുമ്പോഴാണ് വിന്റർ സോളിസ്റ്റൈസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെന്നാണ്? ഡിസംബർ 22. ഓൺ ദിസ് ഡേ ദ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ഷോർട്ടസ്റ്റ് ഡേ ആൻഡ് ലോങ്സ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പൊ ഇതേ സമയത്ത് തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? ലോങ്സ്റ്റ് ഡേയും, ഓക്കെ, ലോങ്സ്റ്റ് ഡേയും
നൈറ്റും ആണ് സദേൺ ഹെമിസ്ഫിയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം എന്താ, ഈ പറയുന്ന ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കിടക്കുന്നത് സദേൺ ഹെമിസ്ഫിയറിലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ലോങ് ഡേയും ഷോർട്ട് നൈറ്റും ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 4 ഡേറ്റുകൾ നോക്കി, ജൂൺ 21, മാർച്ച് 21, സെപ്റ്റംബർ 23 ആൻഡ് ഡിസംബർ 22. ഓക്കെ, അപ്പൊ സമ്മർ സോളിസ്റ്റൈസ്, വിന്റർ സോളിസ്റ്റൈസ്, എക്വിനോക്സ്, ഇത്രയും പാർട്ടുകൾ ഓക്കെ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ ഹെമിസ്ഫിയറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 21 മുതൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു ഗ്രാഫായിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ പാർട്ടിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന സീസൺ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും സെന്ററിൽ വരുന്നത് ഇക്വേറ്റർ ആണെന്ന് അറിയാം. ഇക്വേറ്ററിന് മുകളിൽ സണ്ണ് വരുന്നത് മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും ആണെന്നറിയാം. ഇവിടെയാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക, ജൂൺ 21 ആണ്. ഇവിടെ നമുക്ക് ഡിസംബർ 22 ആണ്. ഇങ്ങനെ നമ്മളൊരു ജസ്റ്റ് ഒരു ഫിഗർ മൈൻഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ആലോചിച്ച് വെക്കുക ഒരു കോഡ് SSAW എന്ന് ആലോചിച്ച് വെക്കുക. ഇവിടെ SSAW ഇങ്ങനെ ഒരു കോഡ് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ഈ പറയുന്ന മാർച്ച് 21-നും ജൂൺ 21-നും ഇടയിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സീസൺ ഏതാ, സ്പ്രിംഗ് സീസൺ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, സൺ മൂവ് ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് സൺ മൂവ് ചെയ്യുന്ന ഈ ഒരു പീരീഡ് ആണ് എന്താണെന്നറിയപ്പെടുന്നത്, സ്പ്രിംഗ് സീസൺ എന്ന് അറിയപ്പെടുന്നത്. സോ ദ ട്രാൻസിഷൻ ഫ്രം വിന്റർ ടു സമ്മർ, വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് സ്പ്രിംഗ് സീസൺ. ദ പ്ലാന്റ് സ്പ്രൗട്ട്സ്, ഓക്കെ, ഈ പറയുന്ന ചെടികളെല്ലാം പൂക്കും മറ്റൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഇനി മാംഗോ ട്രീസ് ബ്ലൂംസ്, ഓക്കെ, ഈ പറയുന്ന മാവിലൊക്കെ പൂവിടുന്ന സമയം. അതേപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ട്രീസ് ബിയറിംഗ് ബഡ്സ്, അതായത് പ്ലാവിലൊക്കെ ചാവലിടുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ഈ ഒരു പീരീഡില് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സമ്മർ സീസൺ ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗിൽ നിന്ന് ഓട്ടം എത്തുന്നതിന് മുമ്പുള്ള ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു പീരീഡ് ആണ് എന്ത്, സമ്മർ സീസൺ എന്ന് പറയുന്നത്. സോ സമ്മർ സീസണിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ആർക്കും പറയാതെ തന്നെ അറിയാം അല്ലെ. എന്താണ്, സോ ദ സൺ മൂവ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദി ഇക്വേറ്റർ, ഇൻക്രീസസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ഹീറ്റ്, വാട്ടർ ബോഡീസ് ഗെറ്റിംഗ് ഡ്രൈ. ഓക്കെ, വാട്ടർ ബോഡീസ് എല്ലാം വരണ്ട് തുടങ്ങുന്നതും അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് കൂടുന്നതുമായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ഈ പറയുന്ന സമ്മർ സീസൺ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ സീസൺ ആണ് എന്ത്, ഓട്ടം സീസൺ എന്ന് പറയുന്നത്. സോ അതാണ് ഈ ഒരു പാർട്ട്. ഓക്കെ, ഓട്ടം സീസൺ എന്ന് പറയുന്നത് എപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, സെപ്റ്റംബർ 23 നിന്ന് ഡിസംബർ 22 വരെയുള്ള ഈ ഒരു പീരീഡ് ആണ് ഓട്ടം സീസൺ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലോട്ടുള്ള സണ്ണിന്റെ ആ ഒരു ടൈം. ഓക്കെ, സോ ഇറ്റ് ഈസ് ബിറ്റ്വീൻ സെപ്റ്റംബർ 23 ടു ഡിസംബർ 22. ഓട്ടം ഈസ് ദ ട്രാൻസിഷൻ ഫ്രം സമ്മർ ടുവേർഡ്സ് വിന്റർ, സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള ഒരു ട്രാൻസിഷന്റെ പീരീഡ് ആണിത്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ നമുക്കറിയാം, വിന്റർ ആകുമ്പോൾ തന്നെ എന്താണ്, ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. ഷോർട്ടനിങ് ഓഫ് ഡേ ആൻഡ് ലെങ്തനിങ് ഓഫ് നൈറ്റ്, നൈറ്റ് കൂടുതലും ഡേ ടൈം കുറവായിട്ടുള്ള ടൈമാണ്. ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്, അഡാപ്റ്റേഷൻ ടു സർവൈവ് ദ ഫോർത്ത് കമ്മിങ് ഡ്രൈ വിന്റർ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്ന കാലം കൂടിയാണ് ഓട്ടം സീസൺ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ഒരു ശൈത്യകാലത്തെ അല്ലെങ്കിൽ വിന്റർ സീസണെ വരവേൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മരങ്ങളെല്ലാം ഇല പൊഴിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഫൈനൽ സീസൺ ആണ് ഇത് വിന്റർ സീസൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓട്ടത്തിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗിലേക്കുള്ള ഒരു ട്രാൻസിഷന്റെ പീരീഡ് ആണ് ഇത് വിന്റർ സീസൺ എന്ന് അറിയപ്പെടുന്നത്. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഡിസംബർ 22-നും മാർച്ച് 21-നും ഇടയിലായിട്ടാണ് വിന്റർ സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ഇക്വേറ്ററിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ഈ പറയുന്ന വിന്റർ സീസൺ എന്ന് പറയുന്നത്. So this period marks the winter season in the northern hemisphere. അപ്പൊ നമുക്കറിയാം വിന്ററിന്റെ പ്രത്യേകത എന്താ, ഫാളിംഗ് സ്നോ, മഞ്ഞ് വീഴ്ച, ഫ്രീസിങ് കോൾഡ് ടെമ്പറേച്ചർ, അത്രത്തോളം തണുപ്പുള്ള ഒരു ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമുക്ക് ഒരു തവണ എക്സാമിന് ഈ പറയുന്ന ഡിഫറെന്റ് സീസൺസിന്റെ പെക്യുലാരിറ്റീസിനെ കുറിച്ച് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണത്. ഓക്കെ, ഇനി നമുക്ക് ഉത്തരായനം എന്താ ദക്ഷിണായനം എന്താ എന്നുള്ളത് നോക്കാം. സോ ഉത്തരായനം എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആലോചിക്കുക നോർത്ത് വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. നോർത്തിലോട്ട് നോക്കി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇവിടെ ഒരു ഗ്രാഫ് വരച്ച് നോക്കാം, നമുക്കൊരു ഫിഗർ വരച്ച് നോക്കാം. സോ ഇവിടെ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ നോർത്തിലോട്ടാ പോകുന്നത്. അപ്പൊ നമുക്കറിയാം സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ഏത് മുതൽ ഏത് വരെയുള്ളൂ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു കാപ്രിക്കോൺ വരെയുള്ളൂ. അപ്പൊ നോർത്ത് വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാപ്രിക്കോണിൽ നിന്ന് ക്യാൻസറിലേക്കുള്ള സണ്ണിന്റെ മൂവ്മെന്റ്. ഓക്കെ, സോ ദിസ്
apparent movement of the sun from Tropic of Capricorn to Tropic of Cancer. അപ്പൊ നമുക്കറിയാം ഇവിടെ വരുന്ന ഡേറ്റ് December 22 ആണ്, ഇവിടെ June 21 ആണ് അല്ലെ. അപ്പോ December 22 മുതൽ June 21 വരെയുള്ള ഒരു പീരീഡ് ആണിത്. The duration of day in the northern hemisphere gradually increases this period. കാരണം എന്താ, സൺ അങ്ങോട്ട് അപ്പാരന്റ്ലി നോർത്തിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഡേയുടെ ടൈം കൂടും. ഓക്കെ, ഇനി നമുക്ക് ദക്ഷിണായനം നോക്കാം. ദക്ഷിണായനം നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു സെയിം ഫിഗർ മൈൻഡിൽ വെക്കുക. ദക്ഷിണായനം, സണ്ണ് ദക്ഷിണായനം നോക്കി പോകുന്നു, അതായത് താഴോട്ട് നോക്കി പോകുന്നു, സദേൺ ഹെമിസ്ഫിയറിലോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ക്യാൻസറിൽ നിന്ന് കാപ്രിക്കോണിലേക്ക്. ഓക്കെ, സോ ദ സൗത്ത്വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ദക്ഷിണായനം. ദ പീരീഡ് ഈസ് 21 June to 22 December. ഇത് നമുക്കറിയാം, ഇത് June 21 ആണ്, ഇത് December 22 ആണ്. അപ്പൊ June 21 നിന്ന് December 22 സണ്ണിന്റെ സൗത്ത്വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ആണ് ദക്ഷിണായനം. സോ ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഗ്രാജുവലി ഇൻക്രീസസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. കാരണം സണ്ണ് വരുന്നത് സദേൺ ഹെമിസ്ഫിയറിലാണ്, അതുകൊണ്ട് തന്നെ സദേൺ ഹെമിസ്ഫിയറിലെ ഡേ കൂടും, നൈറ്റ് കുറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ആണ് നമ്മൾ നോക്കിയത്. സോ ഈ ഏരിയാസ് ആണ് നമുക്ക് 4 മാർക്ക് ചോദിച്ചിട്ടുള്ള ഏരിയാസ്. സോ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം കമ്പാരിസൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സമ്മർ ആൻഡ് വിന്റർ സോൾസ്റ്റിസ് കമ്പാരിസൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഡിഫറെന്റ് സീസൺസിന്റെ പെക്യുലാരിറ്റീസ് ഈ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അത് 4 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ സെക്കൻഡ് ഹാഫ്, ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് ഹാഫ് ആണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രീൻവിച്ച് ടൈം. ഓക്കെ, ഗ്രീൻവിച്ച് ടൈം ആൻഡ് ടൈം സോൺസ് എന്ന് പറയുന്ന ഏരിയ. ദ 0° ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദ ഗ്രീൻവിച്ച് മെറിഡിയൻ. 0° ലോഞ്ചിറ്റ്യൂഡിനെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത്. ദ ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ദിസ് ഗ്രീൻവിച്ച് ലൈൻ. ഹെൻസ് ദിസ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് ദ പ്രൈം മെറിഡിയൻ. ലോകം മുഴുവൻ സമയം കണക്കാക്കാനായിട്ട് ഗ്രീൻവിച്ച് ലൈനിനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ലൈനിനെ എന്തെന്ന് പറയാറുണ്ട്, പ്രൈം മെറിഡിയൻ എന്ന് പറയാറുണ്ട്. സോ വൺസ് അഗൈൻ 0° ലോഞ്ചിറ്റ്യൂഡ് ആണ് ഗ്രീൻവിച്ച് മെറിഡിയൻ. സോ വേൾഡ് വൈഡ് ടൈം കാൽക്കുലേഷന് ഗ്രീൻവിച്ച് ലൈനിനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ പ്രൈം മെറിഡിയൻ എന്ന് കൂടി പറയാറുണ്ട്. ദ ലോക്കൽ ടൈം അറ്റ് ദ പ്രൈം മെറിഡിയൻ, അതിനെയാണ് നമ്മൾ ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദ ഗ്രീൻവിച്ച് മെറിഡിയൻ ദ വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻടു 24 സോൺസ്. വേൾഡിനെ മുഴുവൻ 24 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് വിത്ത് എ ടൈം ഡിഫറൻസ് ഓഫ് 1 hour. ഓരോന്നും എത്ര ഡിഫറൻസ് ഉണ്ട്, ടൈം ഡിഫറൻസ് 1 hourന്റെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം സോൺസ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഗ്രീൻവിച്ച് ടൈമിനെ കുറിച്ച് അല്ലെങ്കിൽ ഗ്രീൻവിച്ച് ലൈനിനെ കുറിച്ച്. അപ്പൊ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് പോലും ഈ ഒരു ക്വസ്റ്റ്യൻ ഏരിയ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. സോ 0° ലോഞ്ചിറ്റ്യൂഡ്, സോ വേൾഡ് മുഴുവൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. സോ പ്രൈം മെറിഡിയനിലെ ലോക്കൽ ടൈം ആണ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഗ്രീൻവിച്ച് മെറിഡിയനെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവൻ 24 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഈച്ച് വിത്ത് ടൈം ഡിഫറൻസ് ഓഫ് 1 hour. ദീസ് ആർ നോൺ ആസ് ടൈം സോൺസ്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ടൈം ആണ്. സ്റ്റാൻഡേർഡ് ടൈമിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് മെയിൻലി നിങ്ങൾ പഠിക്കേണ്ടത്. 82.5° ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് പറയുന്നത്. ഇതൊരു കാരണവശാലും മറക്കരുത്. 82.5° എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല, ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് കൂടി ആഡ് ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. സോ 82.5° ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ. സോ ഫൈൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീൻവിച്ച് മെയിൻ ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 5.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. 5:30 hours പ്ലസ്. അതായത് ഗ്രീൻവിച്ച് ടൈം, ഈ ഗ്രീൻവിച്ച് നമുക്കറിയാം എത്രയാണ്, 0°. ഇന്ത്യയുടെ എത്രയാണ്, 82.5° ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ്. ഇത് തമ്മിലുള്ള എത്ര ഡിഫറൻസ് ഉണ്ട്, 5.5 മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് ഗ്രീൻവിച്ച് ടൈമിനേക്കാളും ഇന്ത്യൻ സമയം 5.5 മണിക്കൂർ മുന്നിലാണ്. സോ ഫോർ എക്സാമ്പിൾ, സോ ഗ്രീൻവിച്ചില് 11 AM ആണെന്ന് വിചാരിക്കാം. ഗ്രീൻവിച്ചിൽ 11 AM ആണെങ്കിൽ ഇന്ത്യയിലെ ടൈം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, സോ 4:30 PM ആണ് ഇന്ത്യയിലെ ടൈം. അതായത് 5.5 മണിക്കൂർ കൂട്ടിയിട്ട് നമ്മൾ പറഞ്ഞു, അത്രേ ഉള്ളൂ.
ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ 180 degree longitude is known as the international date line. There is a difference of 24 hours at the 180 degree longitude to the east and west of Greenwich. ഇതാണ് നമ്മുടെ ഗ്രീൻവിച്ച് ലൈൻ എങ്കിൽ ഇത് 0 ഡിഗ്രി ആണ്. സോ ഗ്രീൻവിച്ച് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഭാഗത്ത് 180 ഡിഗ്രി ഉണ്ട്, ഈ ഭാഗത്ത് 180 ഡിഗ്രി ഉണ്ട്. അങ്ങനെ ടോട്ടലി നമുക്ക് എത്രയുണ്ട്? 360 ഡിഗ്രീസ് ഉണ്ട്. അപ്പൊ ഗ്രീൻവിച്ചിന്റെ രണ്ട് ഭാഗത്തും 180 ഡിഗ്രീസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, സോ 24 മണിക്കൂറിന്റെ സമയ വ്യത്യാസം ഈ ഒരു ഡിഗ്രിയുടെ രണ്ട് ഭാഗത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. സോ ഇഫ് 180 degree longitude passes through a country, the place is situated east and west of this line will having 2 different days. So for example, ഈ ഒരു 180 degree longitude ഒരു രാജ്യത്ത് കൂടി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ ഇടത് ഭാഗത്ത്, അതായത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ദിവസവും വെസ്റ്റ് ഭാഗത്ത് ഒരു ദിവസവുമാണ് എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് ഒരേ രാജ്യത്ത് തന്നെ 2 ദിവസങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ഒരു 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഒരു രാജ്യത്തൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തും 2 ഡിഫറെന്റ് ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഡിഫിക്കൽറ്റി അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ലൈൻ തന്നെ ഒന്ന് ബെൻഡ് ആക്കിയിട്ടാണ് വരച്ചിരിക്കുന്നത്. ശരിക്കും ഈ ലൈൻ പോകുന്നത് ബെറിംഗ് സ്ട്രൈറ്റ് ഇൻ പസഫിക് ഓഷ്യൻ അതിലൂടെയാണ് പോകുന്നത്. ഇനി പറയുന്ന പോയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ദ ട്രാവലേഴ്സ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ദ ഈസ്റ്റിൽ നിന്നും ക്രോസ് ചെയ്യുന്ന ട്രാവലേഴ്സിന് 1 day അഡ്വാൻസ് ചെയ്തിട്ടാണ് കിട്ടുക. ഒരു ദിവസം കൂടുതലായിരിക്കും അവർക്ക് കിട്ടുക. ഓക്കെ, സോ ആൻഡ് ദോസ് ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം ദ വെസ്റ്റ് 1 day ഡിഡക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. സോ ഏത് ട്രാവലർ ആണോ ഈസ്റ്റിൽ നിന്ന് ഈ ലൈൻ ക്രോസ് ചെയ്യുന്നത് അവർക്ക് 1 day അഡ്വാൻസ് ചെയ്ത് കിട്ടും. വെസ്റ്റിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന ട്രാവലർക്ക് 1 day കുറയ്ക്കേണ്ടി വരും. സോ ഫോർ എക്സാമ്പിൾ, സോ ഇപ്പോ നമ്മള് സൺഡേയിൽ നിന്നാണ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റിൽ നിന്ന് ക്രോസ് ചെയ്യുമ്പോൾ 1 day അഡ്വാൻസ് ചെയ്താണ് കിട്ടുക. ഇനിയിപ്പോ നേരെ മറിച്ച് വെസ്റ്റിൽ നിന്നാണ് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം നമുക്ക് കുറയ്ക്കേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നുള്ള 8 മാർക്കിന്റെ ഏരിയാസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് 8 മാർക്കിന് നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആണ് മെയിൻലി ചോദിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മക്കളെ ഈ ഒരു ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. 8 മാർക്ക് നമുക്ക് സുഖസുന്ദരമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. സമ്മർ സോളിസ്റ്റിസ്, ഇക്വിനോക്സ്, വിന്റർ സോളിസ്റ്റിസ്, ഡിഫറെന്റ് സീസൺസിന്റെ പെക്യുലാരിറ്റീസ്, അതേപോലെ തന്നെ ഉത്തരായനം, ദക്ഷിണായനം എന്ന് തുടങ്ങി ഇതുവരെയുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് ഗ്രീൻവിച്ച് ടൈം, സ്റ്റാൻഡേർഡ് മെറിഡിയൻ, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ പഠിച്ച് സെറ്റ് ആയെങ്കിൽ ഈ ഏരിയാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയാസ് പഠിച്ച് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ 8 മാർക്ക് ഉറപ്പിച്ചിട്ട് നമുക്ക് അടുത്ത 8 മാർക്കിലേക്ക് കിടക്കാം. അടുത്തൊരു ദിവസം നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് വരുന്നത് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അതായത് ഒറ്റ ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടല്ല ചോദിക്കുക, 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനോ മറ്റൊക്കെ ആയിട്ടാണ് ചോദിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മളെ ഹിസ്റ്ററിയിലെ 9ാമത്തെ ചാപ്റ്റർ, അത് 8 മാർക്ക് വെയിറ്റേജ് ആണ്, ആ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും മക്കളെ ഈ ചാപ്റ്റേഴ്സ് ഒന്നും മിസ്സാക്കരുത്. അപ്പൊ നല്ല പോലെ ആഞ്ഞു പഠിച്ചോളുക. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഏതെങ്കിലും ചാപ്റ്റർ ഏതെങ്കിലും ഏരിയാസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്.